ഒരു വെറൈറ്റി ബിരിയാണിയുടെ റെസിപ്പി കാണിച്ചു തരട്ടെ. ലെറ്റ്സ് ഗോ. എനിക്ക് ബിരിയാണി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വികാരമാണ്. എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആരെവിടെ എന്ത് ബിരിയാണി ഉണ്ടാക്കിയാലും അതെനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരോട് റെസിപ്പി ചോദിക്കും. അത് ഞാൻ എവിടെയെങ്കിലും എഴുതി വെക്കും. വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കും. എന്നിട്ട് ഞാനത് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യും. എന്നിട്ടത് ഇഷ്ടമായ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരാഴ്ചത്തെ ഫുഡാണ്. ഞാൻ ഇതുപോലെ ഒരു കലം ബിരിയാണി ഉണ്ടാക്കും. ഒരു 5-6 ബോക്സുകളിലേക്ക് ആക്കി ഫ്രിഡ്ജിലും ഫ്രീസറിലൊക്കെ ആയിട്ട് വെച്ച് നമ്മുടെ ഒരു മീൽ പ്രിപ്പ് പോലെയാണ് ബിരിയാണി. കാരണം ബിരിയാണി കഴിക്കുമ്പോൾ അതിൽ കുറേ ചിക്കനുണ്ട്, കാര്യം കുറേ കാപ്സ് ഉണ്ട്. അതെനിക്ക് വിഷയമല്ല, കാരണം ബിരിയാണി ആണല്ലോ. ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കണത് ഞാൻ ആദ്യം കാണിച്ചെന്ന മസാലയാട്ടാ. സംഭവം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓരോരുത്തർക്കും ഓരോ സിഗ്നേച്ചർ ഡിഷസ് ഉണ്ടാവും. അതുപോലെ എൻ്റെ ചേട്ടൻ്റെ സിഗ്നേച്ചർ ഡിഷാണ് ഈ ബിരിയാണി. നമ്മൾ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് ചേട്ടൻ ചോദിക്കും, ഇന്ന് ബിരിയാണി വേണോ? അങ്ങനെയാണെങ്കിൽ ആൾക്ക് അരിയാനും കട്ടിങ്ങിനൊക്കെ സൈഡിൽ ഞങ്ങൾ കൂട്ടി നിൽക്കും. ആൾ അവിടെ നിന്ന് ഇളക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ അവസാനം ബിരിയാണി ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും, ഓ ഇത് ചേട്ടൻ്റെ ബിരിയാണി ആണല്ലോ. എനിവേസ് ഞങ്ങൾ കാത്തിരുന്ന് കഴിക്കണതാണ് ചേട്ടൻ്റെ ബിരിയാണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ചേട്ടൻ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും രുചി വന്നില്ല. പൊക്കി പറയുന്ന ആൾക്ക് വലിയ ഇഷ്ടമല്ല എന്നാലും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചധികം സമയം എടുത്തിട്ട് വേണം നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ. അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റത്തെ ആ ഗ്രേവി കളയാൻ മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഞാനത് കുറച്ച് ചോറ് കൂട്ടി അതങ്ങ് ആദ്യം കഴിച്ചു തീർത്തു. എനിവേസ് ദമ്മെല്ലായിട്ട് സംഭവം സെറ്റായിട്ടുണ്ട്. സോ ഈ ബിരിയാണി കണ്ട് നിങ്ങളുടെ വായിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് റെസിപ്പി പിൻ ചെയ്ത് വെക്കാം. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യുക, റീപോസ്റ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.